ഹലോ, നമസ്കാരം. ദേവലോകം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഇടയ്ക്കൊക്കെ കണ്ണന് ചെറിയ കുക്കിങ് ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ട് കണ്ണൻ ഇടയ്ക്കിടയ്ക്ക് കുക്ക് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും, പാചകത്തിലേക്ക് കിടക്കും. അപ്പോൾ കണ്ണൻ എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. തക്കാളി, പച്ചമുളക്, സവോള, ക്യാരറ്റ്, കരിവേപ്പില. ഒരു കറി ഉണ്ടാക്കാനുള്ളതാണിത്. ഇതും എന്താണെന്ന് എനിക്കറിയില്ല. ഇത് ഒരു കറി ഉണ്ടാക്കാനായിട്ട് ഉള്ള കാര്യങ്ങളാണ്. ഇതിനകത്ത് അരിഞ്ഞു വച്ചിരിക്കുന്നത് വെണ്ടയ്ക്ക, കത്തിരിക്ക. അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് രണ്ട് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. എല്ലാ ഐറ്റംസും എടുത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, തയ്യാർ ചെയ്ത് വെച്ച്. ചട്ടിയും ഇവിടെ റെഡിയാണ്. പാചകത്തിലുള്ള കണ്ണനാണ് പാചകം ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ തൽക്കാലം ഇങ്ങനെയൊക്കെ എന്ത് ചെയ്തു, സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ ഇവിടം വരെ എത്തി. ഇനി കണ്ണൻ ഇങ്ങോട്ട് തിരിഞ്ഞ് ഇഞ്ചി അരിഞ്ഞുകൊണ്ടിരിക്കുന്ന കണ്ണനാണ്. ഇത് ഒരെണ്ണത്തിന് വലിയ വെളുത്തുള്ളി കോക്കനട്ട് ഓയിൽ. ഈ പാചകം സ്പെഷ്യലൈസ് റെസിപ്പിയാണ്. എന്ത് റെസിപ്പി? ഇതിൽ നമ്മൾ സാമ്പാറിൽ അങ്ങനെ ഒരുപാട് കഷ്ണങ്ങളൊക്കെ യൂസ് ചെയ്യില്ലേ, ഇതിൽ അങ്ങനത്തെ ആ ഒരു തീമില്ല. ഇതിലേക്ക് സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, തക്കാളി, ഒരു ക്യാരറ്റ്, ഒരു ബീറ്റ്റൂട്ട്. ഇതിപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളിയാണ്. ഇഞ്ചിയും അത് നമുക്ക് ഇഞ്ചി ഇടാം. തീ നമ്മൾ എന്ത് ചെയ്യാം, കുറച്ച് ഫ്ലെയിം കുറച്ച് വെക്കണം. ഇതിന് ശേഷം കുറച്ച് വെളുത്തുള്ളി, ബാക്കി നമുക്ക് ഇത് വെക്കാം. ഓക്കെ, അതിന് ശേഷം നല്ല ഫ്രഷ് വേപ്പില, നല്ല നാടൻ വേപ്പില. ഈ വേപ്പില സാധാരണ ആളുകൾ ചക്കോക്ക് ഇങ്ങനെ ഒടിച്ച് തിരിച്ചായിടുന്നത്, പക്ഷെ ഞാനൊന്നും ഇടില്ല. ഞാൻ ഇങ്ങനെ പതിയെ അതിനെ സമാധാനിപ്പിച്ച് ഓക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, പച്ചമുളക് നമ്മൾ അരിഞ്ഞല്ലേ ഇത്. നമ്മൾ പച്ചമുളക് അരിയൂല, ഇതേപോലെ തന്നെ കാണിക്കും. ഇവിടെ കാണിക്കും. ഇത് കണ്ടിട്ടുണ്ട്. ചക്ക മാവ് ഞാൻ പാചകം ഇഷ്ടമല്ല. ഞാൻ പാചകം വിദഗ്ധനാണ്. ചക്കക്ക് ഇങ്ങനെ പാചകം ചെയ്യും. ഞാൻ ഒറ്റക്ക് നാടൻ സവാള പതിയെ ഇടും. ഒരു 3 സവാള ഉണ്ടായി. നമുക്ക് ഒരു 1 സവാള ഇടാം. ഓക്കെ, 1 സവാള ഇടാം. ഇത് നമുക്ക് നിന്ന് ഇതൊരു വെജിറ്റബിൾ കറിയാണ് കേട്ടോ.
സാമ്പാറിൻ്റെ ഒരു അനിയനായിട്ട് വരും. സാമ്പാറിൻ്റെ അനിയൻ. ഓക്കെ. കട്ട് ചെയ്ത് പാത്രം കിടന്നു. ക്യാരറ്റും ബീട്രൂട്ടും ക്യാരറ്റും പൊട്ടറ്റോയും. ഓക്കെ. ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്യണം. ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത ഒരു ടേസ്റ്റ് യൂസ് വരും. അത് നമുക്കൊന്ന് പതിയെ കുറച്ച് മഞ്ഞപ്പൊടി ഇടും. അതിനുശേഷം നമുക്ക് കുറച്ച് തക്കാളി, ഒരു 2-3 തക്കാളി. പിന്നെ ഉള്ളത് നമുക്ക് ഇതാവുന്നത് കുറച്ച് നല്ല നാടൻ വെണ്ടക്കയാണ്. കുറച്ച് വെണ്ടക്ക. അത് ഞാൻ പറഞ്ഞില്ലേ, സാമ്പാറിൻ്റെ അനിയനാണ്. ഇത്രയും മതി. എന്താ പറയുന്നത്? കത്തിരിക്ക ഇട്ടാൽ നമുക്ക് സാമ്പാറിൻ്റെ അനിയനാണ്. ഓക്കെ, ശരി. കട്ട് ചെയ്തു. അതായത് കുറേ നാൾ നമുക്ക് ഇങ്ങനെ ഒരു സെറ്റപ്പ് ഇല്ലാണ്ട് ഒരുപാട് വിഷമിച്ചു. ഞങ്ങൾ ഹോട്ടലിൽ നിന്നൊക്കെ ഫുഡെല്ലാം കഴിച്ച് അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സെറ്റപ്പ് നമുക്ക് അല്ല ഇങ്ങനെ ഒരു സ്റ്റൗ എല്ലാം സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു സ്റ്റൗ എന്ത് ചെയ്ത് സെറ്റ് ചെയ്ത് തന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സൗകര്യം. സൗകര്യം കുറേ നാൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഹോട്ടൽ ഫുഡ് തന്നെ ഭക്ഷണമില്ലാതെയും ഹോട്ടൽ ഫുഡും ഒക്കെ കഴിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത് ഇങ്ങനെ. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിനാണ് ഈ കണ്ണൻ ഇങ്ങനെ പാചകമൊക്കെ എന്ത് ചെയ്ത് ഇങ്ങനെ ചെയ്യാതെ ഇരുന്ന് നമ്മൾ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കുമ്പോൾ കണ്ണൻ എപ്പോഴും മിസ്സിങ് ആയിരുന്നു നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളെല്ലാം. അപ്പോൾ കണ്ണനത് ഭയങ്കര പ്രയാസമായിരുന്നു. അതിൻ്റെ സന്തോഷത്തിലാണ് കണ്ണൻ എന്ത് ചെയ്യുന്നത്, ഇതെല്ലാം ചെയ്തെടുക്കുന്നു. കണ്ണൻ ഇടയ്ക്കിടയ്ക്ക് പാചകം ചെയ്യും, നല്ല നല്ല ടേസ്റ്റ്. കണ്ണൻ ഇവിടെ ഇല്ലെങ്കിൽ ഞാൻ ചെയ്യും, കറിയൊക്കെ വയ്ക്കും. പപ്പടം അതവിടെ ആ ടിന്നിൽ, തുറന്നിരിക്കുന്ന ടിന്നിൽ. ആ ദൈവം നമ്മളെ എന്തായാലും കൈവിട്ടിട്ടില്ല. ദൈവം ഒന്നല്ലെങ്കിൽ ഒരു വഴി എന്ത് ചെയ്യും, തുറന്ന് നമുക്ക് തരും. നമ്മളെ അങ്ങോട്ട് ഇല്ലായ്മപ്പെടുത്താൻ, നമ്മളെ അങ്ങോട്ട് ഇതാക്കാൻ വേണ്ടി നോക്കിയെങ്കിലും ഞാൻ അവിടെ ഒന്നും എന്നെ ഒന്നും ചെയ്യാനൊന്നും തോൽപ്പിക്കാനൊന്നും ആർക്കും പറ്റത്തില്ല. ദൈവം എനിക്ക് സമയത്ത് അത് ഞാൻ അതുപോലെ വിഷമിച്ചു. ആഹാരം ഇല്ലാണ്ടും ചായ തന്നെ കുടിക്കാനായിട്ട് ഭയങ്കര, നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ഇവിടെ നിന്ന് ചായ പോലും കിട്ടത്തില്ല. അതുമല്ല അത് എനിക്ക് കുടിച്ചിട്ട് അങ്ങോട്ടൊരു സുഖം വരുന്നില്ല. ഇപ്പം ഞാനിപ്പോൾ തന്നെ ഇട്ട് കുടിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്കൊരു ഭയങ്കര ഒരു സന്തോഷമാണ്. ഞാൻ ഇട്ട് കുടിക്കണം ആ ചായ എന്ന് പറയുമ്പോൾ എനിക്കതൊരു സന്തോഷമാണ്. അത് കുടിച്ചാൽ എനിക്ക് പിന്നെ വിശപ്പ് പോലും ഇല്ല. അപ്പം ഞങ്ങൾ രാവിലെ ഇത്രയും നേരമായിട്ട് എന്ത് ചെയ്തു, ആ ചായയിലാണ് നിൽക്കുന്നത്. ഇനി ചോറ് ഇത് ചോറ് ഞാൻ വെച്ചിരിക്കുന്നതാണ്. ചോറ് വെച്ചതാണ്. ഇനി കറി കണ്ണനിപ്പോൾ എണ്ണ മൂത്തിലും
പപ്പടം വറുത്ത് സാമ്പാറിൻ്റെ അനിയനൊരു പേരിട്ടില്ലല്ലോ ഇതൊക്കെ വെജിറ്റബിൾസ് കറി. ഓ ഇത് ഓണം. പാചകം പണ്ട് ഞാൻ പഠിച്ചതെന്ന് പറഞ്ഞാൽ വീട്ടിൽ ഫാമിലിയായിട്ട് ഞങ്ങളുടെ കൂട്ടുകുടുംബ ജീവിതത്തിൽ എനിക്ക് മുഖ്യമായിരുന്നു പാചകം. ചേച്ചിമാരൊക്കെ കൂടി ചെറുത് കാലഘട്ടങ്ങളിലൊക്കെ അധികം തന്നെ അടുക്കളയിലൊക്കെ പണ്ട് കാലത്ത് ഇതേപോലെ ഗ്യാസൊന്നും ഇല്ലല്ലോ, ഗ്യാസില്ല, വിറകടപ്പാണ്. എങ്കിലും നമ്മൾ താഴെ തട്ടിയിരുന്ന ജീവിച്ചോളം വന്നിട്ട് നമ്മളെന്തും നേരിടും തയ്യാറായിട്ട് നിൽക്കുന്ന ആളുകളാണ്. അതുകൊണ്ടിട്ട് നമ്മളൊരിക്കലും ഭയക്കൂല. മനസ്സിലായ ഇപ്പോഴാണ് ശരിക്കും ആരോഗ്യസ്ഥിതിയൊക്കെ ഒന്ന് നല്ലതായിട്ട് വന്നത്. ഞങ്ങളോട് കാണിച്ചിരിക്കുന്ന ആളുകൾ അതിന് ഈശ്വരൻ എന്ന് പറയുന്ന ഒരു ശക്തിയുണ്ട് പ്രപഞ്ചത്തിൽ. ആ ഒരു ശക്തി എന്തായാലും തിരിച്ചടി തരും. ഞങ്ങളാരും ദ്രോഹിക്കാനോ ഉപദ്രവിക്കാനോ പോയിട്ടില്ല. ഞങ്ങളുടെ ആത്മവിശ്വാസത്തിൽ തന്നെ ഇപ്പോഴും ജീവിക്കണം. ആരും മുന്നിൽ ഇവിടെ കിടക്കുന്ന ഈ ഐറ്റംസ് ഒന്നും ഞങ്ങൾ വാങ്ങിയതല്ല, എല്ലാം ഞങ്ങൾക്ക് ഓരോരുത്തർ സ്പോൺസർ ചെയ്തതാണ് കേട്ടോ. ഗ്യാസ് ഉൾപ്പെടെ, പാത്രം ഉൾപ്പെടെ സ്പോൺസറാണ്. ഞങ്ങൾക്ക് പല സ്ഥലങ്ങളിലും ബന്ധങ്ങളുള്ള ആളുകളാണ്. ഇതെല്ലാം എനിക്ക് ഇവിടെ ഒരു ആള് തന്നതാണ് ഗ്യാസ് പാത്രമൊക്കെ. ഞങ്ങളോട് ചെയ്ത അനീതിക്ക് തിരിച്ചടി എപ്പോഴെങ്കിലും പ്രതീക്ഷിക്കാം. ഞാൻ വാങ്ങിയതല്ല ഇതൊന്നും, ഈ ഗ്യാസും ഇതൊന്നും. ജീവിക്കാനായിട്ട് ഇനി വരാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായ കഷ്ടകാലങ്ങളായിരിക്കും. നമ്മളോട് ചെയ്തത് ആരൊക്കെയാണോ അവർക്കൊക്കെ വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ കഷ്ടകാലമായിരിക്കും. കണ്ണ ഇങ്ങനെ കൊറേ പപ്പടം എന്ത് ചെയ്യും വറുത്ത് ഇങ്ങനെ വെക്കും. ഞാൻ ഇങ്ങനെ ഇരുന്ന് നല്ലോണം എന്ത് ചെയ്യും പപ്പടം ഇങ്ങനെ ശാപ്പിടും. എനിക്ക് പപ്പടം ഭയങ്കര ഇഷ്ടമില്ല. അത് ക്ലിയർ ചെയ്തൊക്കെ ഒന്ന് തിളപ്പിച്ചാറേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് മല്ലിപ്പൊടി, ഉപ്പ്, ഗരം മസാലപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി അല്ല മുളക് പൊടി, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത്രയും ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി അവിടെ ഇരുന്ന് നല്ലോണം ഒന്ന് വേവട്ടെ. പ്രശ്നത്തിലേക്ക് പോകും. അതല്ലേ അത് തക്കാളി, വെണ്ടക്ക, സവാള, കത്രിക്ക, പച്ചമുളക്, വേപ്പില, കടുക്, വെളിച്ചെണ്ണ. സാധാരണ ഒരു വെജിറ്റബിൾ. ഓക്കെ. അപ്പം ഇന്നത്തെ റെസിപ്പി കാണിക്കും. പപ്പടം, ഒരു മെഴുക്ക് വരട്ടി, ഒരു സാമ്പാറിന്റെ വെജിറ്റബിൾ കൊണ്ട് ഒരു കൂട്ടുകറി. അത്രയുണ്ട്. അപ്പോൾ ബൈ പറ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എന്നെ കാണിച്ചു. ഞാൻ വീഡിയോ എടുത്ത് ഇതെല്ലാം ഹെൽപ്പ് ചെയ്ത് കൊടുത്ത് കഴുകിയെല്ലാം കൊടുത്തു. കണ്ണന് ബാക്കി പണിയുണ്ടായിരുന്നു, അടിക്കണം, തുടയ്ക്കണം, അങ്ങനെയൊക്കെ ഉള്ള പണിയുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ചെയ്ത് ചോറും വെച്ച് പിന്നെ ഇത് കണ്ണൻ ചെയ്തു. അതിനിടയിൽ 2-3 പ്രാവശ്യം ചായ ഇട്ടു. പിന്നെ അത് പാത്രം കഴിയും, അങ്ങനെയൊക്കെ ജോലി ഉണ്ടായിരുന്നു. ഇതൊക്കെ കണ്ണൻ ചെയ്തു. അപ്പം ഇന്നത്തെ വിശേഷങ്ങളെല്ലാം ഇതാണ്. അപ്പം എല്ലാവർക്കും ഇന്നൊരു സ്പെഷ്യൽ ദിവസമാണ്. ശബരിമലയിലെ മകരവിളക്കാണ്. എല്ലാവർക്കും ഹാപ്പി മകരവിളക്ക് ദിനാശംസ. സാമിശർ.